ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ്ട് ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോഴാണ് പുറത്ത് നല്ല കോടമഞ്ഞും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ സൈറ്റിലേക്ക് പോവുകയാണ്. അവിടെ വല്ല പണി ഉണ്ടോയെന്ന് അറിയില്ല. ഇന്ന് ബോസിന് പനി കാരണം ബോസ് ലീവാണ്. എനിക്കും പനിയായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി, ഒരാഴ്ച എങ്ങാണ്ടായി. ഗായ്സ്, ഇവിടെ ഒരു മാറ്റമില്ല. ഇതിനായിരുന്നു കഴിഞ്ഞ ആഴ്ച സാറ് വിളിച്ചിട്ട് ഹെവി വർക്ക് ഉണ്ട്, നീ വേഗം വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ അന്നേരം എനിക്ക് പനിയായിരുന്നു, ഞാൻ വന്നില്ല കേട്ടോ. ഇവിടെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നില്ല. ഇതാണ് മെയിനായിട്ട് ഈ 3 ബിൽഡിങ്ങാണ് നമുക്ക് പണിയുള്ളത്. ഈ സിമെൻ്റ് എല്ലാം കട്ട പിടിച്ച് കിടക്കുകയാണ്. ഇതെന്തായാലും ഇനി കുത്തി അളക്കേണ്ടി വരും. ഇത് നമുക്കിനി പിന്നെ നോക്കാം. ഇത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല, ഇത് കോരിയിട്ട് ഇത് കിട്ടുന്നില്ല. പക്ഷെ എന്താണ് ഇത് കല്ല് പോലെ ഉറച്ചിരിക്കുന്നതൊക്കെ. ഇതേ മഴ ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങാൻ നേരത്തെ ഇവിടെ ഒരു ജെല്ല് പോലൊരു സംഭവം. ഇത് എവിടുന്ന് വന്നെന്നൊന്നും ഞാൻ കണ്ടില്ല. ഇത്രയും നേരം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് എവിടുന്ന് വന്നെന്ന് ഞാൻ കണ്ടില്ല. ഇതെന്ത് സംഭവം എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത് തന്നെ. എന്നാലും ആ ജെല്ല് അത് എവിടുന്ന് വന്നെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ദാണ്ട് എൻ്റെ പോലത്തെ ഒരു വണ്ടി ഗൈസ്, എൻ്റെ സെയിം ഡിഫൻഡർ താണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ കിടക്കുന്നു. അത് ഞാൻ പാർക്ക് ചെയ്ത് അതേപോലെ. ഗൈസ്, ഇത് ഇവിടുന്ന് വന്നിടേ. ഇന്ന് എന്താ എൻ്റെ കണ്ണെല്ലാം ഡബിൾ ആയിട്ടാണ് കാണുന്നത്. ഗൈസ്, എന്തോ സീൻ നടക്കുന്നുണ്ട്. അകത്താരേലും ഉണ്ടെങ്കി ഗൈസ് എൻ്റെ അതേപോലത്തെ സെയിം വണ്ടി. ഇതാരതാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ പൊന്നു, ഇതാര വണ്ടിയുടെ ഗൈസ് ഇവിടെ ഒന്ന്. ഓ എന്റെ മോനെ, എന്റെ പോലത്തെ ഒരുത്തൻ. ഇതാര്? അപ്പൊ ഇവനാരടാ? ഹലോ ഗൈസ്, എന്റെ അതേപോലത്തെ ഒരുത്തൻ. ഓ ഷൂ അടക്കം എന്റെ പോലത്തെ സാധനം. എടാ നീ ആരടാ? നീ ആര്? ഗൈസ്, ദാണ്ട് എന്റെ പോലെ അതേ സൗണ്ട്. എടാ എനിക്കാകെ കൺഫ്യൂഷൻ ആവുന്നു. നീ ഈ സാധനം പിടിച്ചേ, ഇത് വെക്കേ, എങ്കിലേ നിന്റെ സൗണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയൂ. ഇതെന്ത് സാധനം? അത് നീ വെക്കേ, എങ്കിലേ ഇത് നമുക്ക് രണ്ടുപേർക്ക് വർത്താനം പറയാൻ കഴിയൂ. ഇപ്പൊ എങ്ങനെ സൗണ്ട് മാറിയാ? ശരിക്കും മാറി. എടാ നീ ആരടാ? അതിന് നീ ആരാ? ഇത് എന്റെ വീടല്ലേ. പോടാടുന്ന്. ഞാൻ ഇന്ന് രാവിലെ കൂടി സൈറ്റിൽ പോയി വന്ന വഴിയാണ്. അപ്പൊ എന്റെ വീടാണോ മാറിയത്? അപ്പൊ ഞാൻ ഇവിടെ തന്നെയാ കിടക്കാറ്. എന്ന് എന്തായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ചേടാ, അപ്പൊ അത് എന്റെ വീടല്ലേ. ഞാൻ ഇന്നലെ അവിടെ തന്നെ ആയിരുന്നല്ലോ കടന്നേ. എന്തേലും ആയിക്കോട്ടെ. എന്തായാലും എന്റെ ആദ്യത്തെ വീട്ടിൽ പോയി നോക്കാം. എവിടെയെങ്കിൽ അവിടെ കിടന്നുറങ്ങാം. എന്നാലും അവനാരാ? അവൻ എവിടുന്ന് വന്ന്? ഇവിടെ നീ ഏതാടാ? ഇനി നീ ഏതാ? എന്റെ വീടാ. നിന്റെ വീടോ? അപ്പൊ ഞാനോ? അല്ല, ഈ സെയിം സൗണ്ടാണ് ഞാൻ നേരത്തെ മറ്റേ വീട്ടിലും കേട്ടിരുന്നത്. ഏത് വീട്? ചേടാ, ഇത് ആകെപ്പാടെ തലവേദനയല്ലോ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഫ്രാങ്ക്ലി. അയ്യോ, അപ്പൊ 3 ഫ്രാങ്ക്ലിനോ? 3 ഫ്രാങ്ക്ലിയോ? എവിടെ? എന്റെ പൊന്നു ചേട്ടാ, ഞാനിപ്പൊ പറഞ്ഞില്ലേ ഞാനൊരു വീട്ടിൽ ഇതേ സെയിം സൗണ്ടും ആളെയും കണ്ടെന്ന്. അവിടെ ഇതേ ചേട്ടന്റെ പേര് ഫ്രാങ്ക്ലി തന്നെയാ. ഗൈസ്, ഇവിടെ എന്തൊക്കെയോ സീൻ നടക്കുന്നുണ്ട്. ഈ സിറ്റി എന്തോ ഒരു ട്രാപ്പിൽ കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഫ്രാങ്ക്ലിൻ കുറേ ഉണ്ട്. അതായത് ഞാനിപ്പോൾ 3 ഫ്രാങ്ക്ലിനെ കണ്ടു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ നേരെ ദുബായിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ അവനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ വന്ന ഒരുത്തൻ്റെ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെടുത്ത് കുറച്ചേരം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വണ്ടി അവിടെ എണ്ണയില്ല, അവിടെ കടന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും രാത്രിയായിട്ട് ഗൈസ് ഇച്ചിരി വർക്കൗട്ട് ചെയ്യാണ് ഗൈസ്. എൻ്റെ 6 പാക്കൊക്കെ പഴയ പോലെ ഇല്ല, എല്ലാം പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഗൈസ് മറ്റവൻ പോയെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ പോയിട്ടുണ്ട്. അപ്പം ഇനി രാവിലെ ഞാൻ ഇതെങ്ങനെ എണ്ണ അടിക്കാൻ കൊണ്ടുപോകും? അയ്യോ, ഇത് കുറച്ച് പണിയാണല്ലോ ഗൈസ്. വണ്ടി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എണ്ണ ചെക്ക് ചെയ്തപ്പോൾ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി രാവിലെ എങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് എണ്ണ കൊണ്ടുവരണം. എൻ്റെ ബൈക്ക് ബാക്കിലുണ്ടല്ലോ. ബൈക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാനിൽ കൊടുത്തിട്ട് നാളെ നമുക്ക് നമ്മുടെ ഡിഫൻഡറിൽ വയ്ക്കാം ഗൈസ്. ഓക്കെ, നാളെ കാണാം. ഉയ്യോ ഗൈസ്, ഇതെന്ത് പറ്റി? ഓയ്യോ ഗൈസ്, ദാണ്ട് വീടാകെ തല തിരിഞ്ഞ് കിടക്കുന്നു ഗൈസ്. ഇതെന്ത് സംഭവം? ആണ്ട് എൻ്റെ തോക്കും ബാഗൊക്കെ ദാണ്ട് മുകളിലിരിക്കുന്നു. ഇതെന്തു പറ്റി?
ഗൈസ് പണ്ടൊക്കെ എൻ്റെ ജിമ്മ് മുകളിലായിരുന്നു, ഇപ്പൊ നേരെ താഴെയായി. അയ്യോ ഇനി ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകും? അയ്യോ അത് സീനായി. അയ്യോ ചാടി നോക്കാം. ഗൈസ് ഇതെന്ത് പറ്റിയ സിറ്റിക്ക്? ഗൈസ് എന്തോ സീൻ നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ എന്നെപ്പോലത്തെ 3 ആളെ കണ്ട്. ഇന്ന് താണ്ടെ വീട് തല തിരിഞ്ഞു കിടക്കുന്നു. താണ്ടെ സിറ്റി മൊത്തം തല തിരിഞ്ഞു. എടേ സിറ്റി ഡബിളായോ? ഗൈസ് ഇതിന് പഴയതൊക്കെ താണ്ട അടിയിൽ കിടക്കുന്നുണ്ട്. ഓ അയ്യോ ഗൈസ് പോലീസ് സ്റ്റേഷനെല്ലാം മാറി കേട്ടോ. ഗൈസ് ദാണ്ട് എൻ്റെ വീട്. ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ട്. ശേ ഇതെന്ത് സംഭവിച്ചേ? ഗൈസ് ഇത് എന്ത് ലോകം? ആകെ തിരിഞ്ഞു കിടക്കുന്നു. ഇതാണ്ട് ചുമരിലൊക്കെ ഒട്ടി നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ അളിയോ ഇതെന്ത് സംഭവേ? ഗൈസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗൈസ് ഈ സിറ്റിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഗൈസ് ഇനി എനിക്ക് ഈ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ സബ്വേ സർഫ് കളിക്കുന്ന പോലെ കളിക്കാം. ഗൈസ് ഇതെന്ത് പറ്റി? ഈ സിറ്റി എന്തോ സീനാണ്. ഗൈസ് എന്തോ ഒരു ട്രാപ്പിൽ പെട്ടാന്ന് തോന്നുന്നു. ദാണ്ട് ഡബിളായി കിടക്കുന്നത്. ഇത് ആകെ തിരിഞ്ഞിട്ടുണ്ട്. ഗൈസ് ദാണ്ട് എൻ്റെ തലമുകളിൽ ഇതാ എൻ്റെ സൈറ്റ് കാണാം. ദാണ്ട് ഷോറൂം ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഒളിയാ ഇതെന്തറാ? ഗൈസ് ആകെ മാറി. എവിടെ ഇതിൻ്റെ അകത്ത് ആരും? ഓ ഓ ഗൈസ് അതിൻ്റെ അകത്ത് ആരും ഉണ്ട്. എൻ്റെ പോലെ ഒരുത്തൻ ഇന്നലെ കണ്ടവനാണോ? അയ്യോ ഗൈസ് ദാണ്ട് ഇന്നലെ കണ്ടവൻ. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫെയിൽ ആയിട്ടുണ്ട്. സോറി, ഞാനത് സെറ്റാക്കി തരാം. നിന്റെ സെറ്റാക്കല്